ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം പി എസ് സി. ഞാൻ സ്വാതി സ്വാഗത്, സൈലം പി എസ് സിയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അതേപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എക്സാം എടുക്കുന്ന സമയത്തും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കാറുണ്ട്. മാക്സിമം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഇത്ര മണിക്കൂറുകളോളം വായിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ ശ്രമിച്ചിട്ടും ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ കഴിയുന്നില്ല, ഒരു 15 മുകളിലേക്ക് കടക്കാൻ പറ്റുന്നില്ല. അതുപോലെ ചിലർ തുടക്കക്കാരാണ്, പി എസ് സിയിൽ തുടക്കക്കാരാണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ പഠിക്കണം, ഏത് ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം, എന്നാലാണ് നല്ല സ്കോർ കിട്ടുക അല്ലെ? ചിലര് എക്സാമിന്റെ ഒരു 2-3 ദിവസം മുൻപേ ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, മിസ്സേ പ്രധാനമായിട്ടും ബയോളജിയിൽ നോക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ നമ്മളെ സിലബസിൽ പറയുന്നതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അല്ലെ? ആ ഒരു മെസ്സേജ് അയച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ഈ കാണുന്ന കൂട്ടത്തിലുണ്ടെങ്കിൽ അറിയാം, എല്ലാവരും ഇങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ ഇനി അതുപോലെ തന്നെ നമ്മൾ റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒക്കെ കാര്യങ്ങൾ അവരെങ്ങനെ നേടി എന്നുള്ള കാര്യങ്ങളൊക്കെ സക്സസ് മീറ്റിൽ പറയുന്നതും അല്ലാതെ അവരെ ഇന്റർവ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ ചിലർ പറയേണ്ടത് ഞാൻ ഒരു 6 മാസമാണ് ഇതിന് വേണ്ടി ശ്രമിച്ചത്, പക്ഷെ ഇന്ന രീതിയിൽ ചെയ്തു, അപ്പൊ മികച്ച റാങ്കിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ 1-2 വർഷമായല്ലോ ഈശ്വര ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വായിക്കുന്നു, ഞാനും വായിക്കുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ എത്താൻ പറ്റുന്നില്ല. അപ്പൊ ആ സ്ട്രാറ്റജി എന്താണ് അല്ലെ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് നോക്കിയാലോ അല്ലെ? ഏതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാലാണ് ഈസി ആയിട്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുക. ഓക്കെ, അപ്പൊ കുറെ സമയം ഇങ്ങനെ വായിച്ചത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഏരിയ സ്പെസിഫൈ ചെയ്തിട്ട് സിലബസിനനുസരിച്ചിട്ട് പഠിക്കുകയാണോ വേണ്ടത്? SCERT ടോപ്പിക് എങ്ങനെയൊക്കെ അതിന്റെ കൂടെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻ ആയിട്ട് എക്സാം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ LDC 10th ലെവൽ വരുന്ന LDC പോലുള്ള എക്സാമുകൾ, അതേപോലെ നമ്മുടെ LGS എക്സാം ഒക്കെ വരുമ്പം അവിടെയുള്ള സിലബസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറെ കാര്യങ്ങളൊക്കെ അതിൽ സിമിലർ ആയിട്ടാണ് വരുന്നത് സിലബസ്, പക്ഷെ ചെറിയ വ്യത്യാസത്തോടു കൂടിയാണ്. ഒരു ഏരിയ പറയുന്ന സമയത്ത് അവിടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത്ര മാർക്കിന്റെ പഠിക്കണം അല്ലെ? അങ്ങനെ ഏത് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ എക്സാമിന്റെ സിലബസ് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്നാലേ മാത്രമാണ് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം. ഒരു ഐഡിയ ഇല്ലാതെ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അല്ലെ? അപ്പൊ സിലബസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇന്ന് എന്ത് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള ഒരു ഐഡിയ കിട്ടും. പിന്നെ ടീച്ചേഴ്സിന്റെ ക്ലാസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാം ഏതൊക്കെ ഏരിയ നമ്മൾ കവർ ചെയ്തു എന്നുള്ളതിനനുസരിച്ച് മാർക്ക് ചെയ്ത് വെക്കണം. അതേപോലെ ഇനി എന്തൊക്കെ ഏരിയകൾ എടുക്കാനുണ്ട് അല്ലെ? അതൊക്കെ ഒരു സ്വന്തമായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിലാണ് പഠിക്കാനുള്ള ഒരു കറക്റ്റ് മെത്തേഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും LDCന്റെ സിലബസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് എന്തായാലും ബയോളജി ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാം. അത് മാത്രമല്ല നമ്മൾ മറ്റുള്ള എല്ലാ സബ്ജക്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് LDCന്റെ സിലബസിനെ ബേസ് ചെയ്തിട്ടൊന്ന് ആദ്യം ഉണ്ടാക്കിയെടുത്താലോ. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഏരിയയിൽ കൂടുതലായിട്ട് ചില ഏരിയ പഠിക്കണം, എങ്ങനെ മാർക്ക് നേടാം, അതൊക്കെ ഒന്ന് ചെറിയൊരു രീതിയിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പൊ ഇതാ നോക്കി, LDC അല്ലെങ്കിൽ 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പൊതുവെ നിങ്ങൾ കാണുന്ന സിലബസ് കയ്യിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം ഇങ്ങനെയാണ് അതിലെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഫസ്റ്റ് എന്താണ്? പൊതുവിജ്ഞാനം, നമ്മളെ GK പാർട്ടാണ്. അപ്പൊ GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അണ്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തത്. ഓരോ ഏരിയയിൽ നിന്ന് ഇത്ര മാർക്കിന് ചോദിക്കും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ പൊതുവിജ്ഞാനം നമ്മളെ GK ഭാഗത്ത് നിന്ന്, ഇപ്പൊ ചരിത്രം നമ്മളെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അവിടെ 5 മാർക്കിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ റൈറ്റ് സൈഡിൽ അത് മാർക്കാണ്. അതേപോലെ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളെ ജോഗ്രഫി ഭാഗത്തു നിന്നും 5 മാർക്ക്. ദെൻ ധനതത്വശാസ്ത്രം നമ്മളെ എക്കണോമിക്സ് ആണ്, 5 മാർക്കിനുണ്ട്. ഭരണഘടന അല്ലെ? ഇപ്പൊ എല്ലാ എക്സാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. കുറെ ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് അറിയാം. അപ്പം ഹിസ്റ്ററി പോലെയും അതേപോലെ ജോഗ്രഫി പോലെ തന്നെ എക്കണോമിക്സ് പോലെ തന്നെയും സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഒരു ഭാഗം തന്നെയാണ് നമ്മളെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞത് അല്ലെ? ചിലർക്ക് ആ ഭാഗം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും, ആ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്ന ഭാഗം തന്നെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെയെങ്കിലും ആ കാര്യങ്ങൾ പഠിച്ചെടുത്തിരിക്കണം. നെക്സ്റ്റ് അതുപോലെ കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും അല്ലെ? ആ ഭാഗത്തുനിന്ന് 5 മാർക്ക്. പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്നതാണ് നമ്മളെ ബയോളജി ഭാഗം. അവിടെയാണെങ്കിൽ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. LDC പോലുള്ള എക്സാമിന് ആ ഭാഗത്ത് നിന്ന് 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക. ഇനി ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മളെ ഫിസിക്സ് ആണ്. ഫിസിക്സിൽ 3 മാർക്കാണ്. കെമിസ്ട്രി ആണ് രസതന്ത്രം, അവിടെ നിന്ന് 3 മാർക്ക് അല്ലെ? അപ്പൊ നമ്മൾ ഒരിക്കലും ഇത് 3 മാർക്കല്ലേ ഉള്ളൂ, സ്കിപ്പ് ചെയ്തേക്കാം എന്നൊന്നും ആദ്യമേ ആ മാർക്ക് കാണുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വിചാരിക്കരുത്. അപ്പൊ 3 മാർക്കിനുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അല്ലെ? അപ്പൊ എന്തായാലും 3 മാർക്ക് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഓരോ മാർക്കും കാണുമ്പോൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് കലാ, കായികം, സാഹിത്യം, സംസ്കാരം അല്ലെ? അവിടെ നിന്ന് 5 മാർക്കാണ്.
പിന്നെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ, സുപ്രധാന നിയമങ്ങൾ കാണാം. അപ്പൊ കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നാണെങ്കിൽ 3 മാർക്കിനും, സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് 5 മാർക്കിനാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്. നമ്മളെ വിവരാവകാശ നിയമം അല്ലെ, അപ്പം അങ്ങനെയുള്ള കുറെ നിയമങ്ങൾ വരുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ നിന്നാണ് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ഇപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏത് ഭാഗത്താണ്? പൊതുവിജ്ഞാനം എന്ന് പറയുന്ന GK ഭാഗത്തു നിന്നാണ് ഇത്രയും കാര്യങ്ങൾ ആ GKന്റെ അണ്ടറിലാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് അല്ലെ. അപ്പൊ ഇത്രയും ഏരിയകളൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഇവിടെ ഒരു 50 മാർക്കിനാണ്, 50 മാർക്കിനാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ദെൻ അടുത്തെന്ന് പറയുമ്പോൾ ആനുകാലിക വിഷയങ്ങളാണ്. ഓക്കെ, നമ്മളെ കറണ്ട് അഫെയർ ഭാഗത്തുനിന്ന് 20 മാർക്കിനാണ് ചോദിക്കാം. ഓക്കെ, 20 മാർക്ക്. അത് കഴിഞ്ഞാൽ അടുത്ത പറയുന്നത് ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ പ്രധാനമാണ്. നമ്മളെ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളെ മാത്തമാറ്റിക്സ് ഏരിയ അല്ലെ. മാത്സ് ഇത് കേൾക്കുമ്പോൾ തന്നെ ചിലർ വിചാരിക്കും ഓ എന്റെ വീക്ക് ഏരിയ എന്ന് വിചാരിക്കരുത്. അപ്പൊ ഏതൊക്കെ കാര്യങ്ങളാണോ കാണേണ്ടത് കൃത്യമായിട്ട് നമ്മൾ ക്ലാസ് കാണുക അല്ലെ, അത് പറയുന്നത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. സ്വന്തമായിട്ട് ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഭാഗത്ത് നിന്ന് എടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ലഘുഗണിതം, അതേപോലെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധന എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ എന്താ അവിടെ സിമ്പിൾ ആയിട്ടുള്ള അരിത്തമെറ്റിക്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ, റീസണിങ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ കൂടെ ചേർത്തോണ്ടാണ് നമ്മൾ 10 മാർക്കിനാണ് വരുന്നത്. പിന്നെ അടുത്ത ഏരിയ ആണ് അതേപോലെ ജനറൽ ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് പാർട്ട് 10 മാർക്ക്. പിന്നെ ഇതാണ് പ്രാദേശിക ഭാഷകൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മലയാളം 10 മാർക്കിന്. അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനമാണ്, എല്ലാം പ്രധാനമാണെങ്കിൽ പോലും ചിലര് ഈ ഒരു ഏരിയ ഒക്കെ സ്കിപ്പ് ചെയ്ത് കളയുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് GKയിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ 50 മാർക്കിനുള്ള ഭാഗമാണ്. പക്ഷേ ഒരു ഇതുപോലെ എത്ര കുറെ വായിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ അറിയുന്ന ഏരിയ തന്നെ ആയിരിക്കും വായിക്കുന്നുണ്ടാവുക അല്ലെ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ കറക്കി കുത്താൻ വേണ്ടിയിട്ടൊന്നും ഈ ഇംഗ്ലീഷ് മലയാളം പോലുള്ള ഭാഗങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ലിസ്റ്റിൽ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അവിടെ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെ, മാത്തമാറ്റിക്സ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇംഗ്ലീഷ് കാണാം, മലയാളം കാണാം, അല്ലെ MEM എന്ന് പറയുന്ന. അപ്പൊ ഈ ഒരു ഏരിയക്ക് വീക്കുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് MEM പോലത്തെ ബാച്ചസ് ആയിട്ട് തന്നെ ഇവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് അറിയാം സൈലം BSലൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ മാത്സ്, ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മലയാളം. ഓക്കെ, ഈ ഭാഗത്തു നിന്ന് മാർക്ക് അതിനനുസരിച്ച് ഒരു മിനിമം ലെവലിലെങ്കിലും ഒരു മാർക്ക് ആ ഭാഗത്തുനിന്നും കൂടെ സ്കോർ ചെയ്തവർക്ക് മാത്രമേ റാങ്ക് ലിസ്റ്റിൽ കയറാനും ഇതേപോലെ നല്ല റാങ്കിലേക്ക് എത്താനും പറ്റുള്ളൂ. ജസ്റ്റ് GK മാത്രമായതുകൊണ്ട് കാര്യം നടക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ഈ ഒരു ഏരിയ കംപ്ലീറ്റും പ്ലസ് അതിന്റെ കൂടി ഇതിനിടയിൽ കിടക്കുന്നുണ്ട് 20 മാർക്കിന് ഏതാ നമ്മളെ കറണ്ട് അഫയേഴ്സ് ആണ് കിടക്കുന്നത്. അപ്പൊ ആ ഭാഗത്തുണ്ട് 70 മാർക്ക് വരുന്നുണ്ട്. പിന്നെ 80, 90, 100 അങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഓക്കെ, റെഡി അല്ലേ? പിന്നെ എല്ലാ ആൾക്കാരും ചോദിക്കും ഇപ്പൊ ബയോളജി ഭാഗത്തുനിന്ന് എക്സാം എടുക്കുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഏത് കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം, പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും അല്ലെ. എല്ലാവരും നിങ്ങളാണെങ്കിൽ പോലും ചോദിച്ച് മെസ്സേജ് ചെയ്ത ഒത്തിരി ആൾക്കാർ ഇപ്പം ഈ വീഡിയോ കാണുന്നുണ്ടാവും അറിയാം. അപ്പൊ അവിടെ നോക്കുക, ഇതില് ഇതാ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന് പറയുന്ന ഭാഗത്ത് 6 മാർക്കിനാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ കാര്യം കൊടുത്തിരിക്കുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതുവായ അറിവ് എന്നാണ്. അപ്പൊ അത് കാണുമ്പോൾ ഒരു സിമ്പിൾ ലൈനിൽ ഒതുക്കിയതാണെങ്കിലും മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം GK എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ കണ്ടതുപോലെ മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തും ചോദിക്കാം. അതിനകത്തുള്ള ദഹനം ചോദിക്കാം, ശ്വസനം ചോദിക്കാം, രക്തം ചോദിക്കാം, ഏത് ടോപ്പിക് വേണമെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിക്കാം അല്ലെ. അപ്പം അതിന് അകത്ത് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അത് ഏത് ചോദിക്കുന്ന ഒരു ഐഡിയ ഇല്ല നമ്മൾ, പക്ഷേ പഠിച്ചേണ്ടിരിക്കേണ്ട ഭാഗമാണ്. പക്ഷെ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഭാഗം ഏതാന്ന് ആര് ചോദിച്ചാലും ഞാൻ ആദ്യം പറയുന്ന ഭാഗം ഈ ജീവകങ്ങൾ ടോപ്പിക്കൊക്കെ പഠിക്കണം എന്നുള്ളതാണ്. വൈറ്റമിൻസ് ഒക്കെ നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കാം. ഓക്കെ, വൈറ്റമിൻസിന് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചെടുക്കാനുള്ളത്, അത് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു അല്ലെ. അതേപോലെ തന്നെ രോഗങ്ങൾ സ്ഥിരമാണ്, ഏത് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാലും രോഗങ്ങൾ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കാതെ പഠിക്കേണ്ടതാണ്. അവിടെ ഇതേപോലെ തന്നെ നമുക്കത് ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കുറെ ബാക്ടീരിയ രോഗങ്ങളുടെ പേര് പഠിക്കുന്നു, രോഗകാരിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം അല്ലെ. പിന്നെ ഫംഗസിനെ പറ്റി, വൈറസിനെ പറ്റി ഒക്കെ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രോട്ടോസോവ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഗകാരിനെ ക്ലാസിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് പഠിച്ചെടുക്കുക. അത് അങ്ങനെ തന്നെ അങ്ങ് പഠിച്ചെടുത്താൽ മതി. അപ്പൊ തന്നെ അതിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടും. പോരാത്തതിന് ഏത് സബ്ജക്റ്റിന്റെ ആണെങ്കിലും, ഇപ്പൊ ബയോളജി എന്നല്ല ഏതാണെങ്കിൽ പോലും ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളെ SCERT ബേസ് ചെയ്തുകൊണ്ട് ആ പുതിയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരുപാട് ഫാക്ട് അഡീഷണൽ ഒക്കെ വന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനെ കൂടെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും എല്ലാവരും ചോദിക്കും SCERT ബേസ് ക്ലാസ് അല്ലേ? അപ്പൊ അങ്ങനെ തന്നെയാണ് ക്ലാസ് പോകുന്നത്. അപ്പൊ ഓരോ ടോപ്പിക്, ഇപ്പൊ രോഗങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് രോഗങ്ങളെ പറ്റി സ്പെസിഫൈ ചെയ്തിട്ട് നമ്മളിപ്പോ നിലവിലുള്ള SCERT ഇപ്പൊ ഒരു 5ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ തന്നെ പുതിയ ടെക്സ്റ്റിൽ ഒരുപാട് ഫാക്ട് ഉണ്ട്. അതിനെയൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പിന്നെ എക്സ്ട്രാ പുറത്തുനിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നിലവിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാം. ഓക്കെ, അപ്പം ഈ ജീവകങ്ങൾ എന്ന് പറഞ്ഞ വൈറ്റമിൻസ് ടോപ്പിക് ഒഴിവാക്കാതെ നമ്മൾ എന്തായാലും പഠിക്കണം. സാംക്രമിക രോഗങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചേക്കുക. അതുപോലെ സിലബസിൽ കാണാം ചിലതിൽ ജീവിതശൈലി രോഗങ്ങൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ ജീവിതശൈലി രോഗത്തിന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും മസ്റ്റ് ആണ്. അത് ചിലപ്പോൾ 1 2 അല്ലെ, ചിലപ്പോൾ എന്തായിരിക്കും ഒരു പദ്ധതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ആ പദ്ധതി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ ചോദിക്കും ഈ ഭാഗത്ത് 4ാമതായിട്ടുള്ള ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നുള്ള അണ്ടറിൽ നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ പറ്റി പദ്ധതികളെ പറ്റിയൊക്കെ അവിടെയും പഠിക്കാം. അല്ലെങ്കിൽ ജീവിതശൈലി രോഗമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേൾക്കുന്നതാണ് അമൃതം ആരോഗ്യം പദ്ധതി അല്ലെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെ പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങളെ പേരൊക്കെ വന്നിട്ട് ഈ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രമേഹം, രക്തസമ്മർദ്ദം ഇങ്ങനത്തെ രോഗങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്നതാണ്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ പഠിക്കണം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ വൈറ്റമിൻസ് എന്ന് പറഞ്ഞാലും രോഗങ്ങളെ പറ്റിയുള്ളത്, ജീവിതശൈലി, പിന്നെ ഇത് രണ്ടിനെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു പദ്ധതി ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഉള്ളതാണ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആണ്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. കാർബോഹൈഡ്രേറ്റിനെ പറ്റി, അതുപോലെ കൊഴുപ്പിനെ പറ്റി, പ്രോട്ടീനെ പറ്റി, അല്ലെ നാരു അടങ്ങിയ ഭക്ഷണങ്ങളെ പറ്റി, അതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഫാക്ട് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് ബേസ് ഫാക്ട് ആണ്. അത് അങ്ങനെ തന്നെയാണ് കുറെ കാലമായിട്ട് ചോദിക്കുന്നത്. അത് അങ്ങനെ തന്നെ പഠിച്ചെടുത്താൽ മതി. ക്ലാസ്സസ് ഒക്കെ കൃത്യമായി അറ്റൻഡ് പഠിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ഒതുങ്ങുന്ന ടോപ്പിക്കാണ് ഇതൊക്കെ. പിന്നെ പരിസ്ഥിതി പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നമ്മളെ പുതിയ ടെക്സ്റ്റിലൊക്കെ കുറെ അപ്ഡേറ്റഡ് ഫാക്ട് ഉണ്ട്. പിന്നെ +2 ലെവൽ ടെക്സ്റ്റ് വെച്ചിനെ പറ്റിയിട്ടാണ് നമ്മൾ എപ്പോഴും പരിസ്ഥിതി കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ അത് ഏതൊക്കെ വേണം ഏരിയ എന്നുള്ളതൊക്കെ സെറ്റ് ആക്കിയാൽ ഇതുമൊക്കെ നമ്മളെ കയ്യിൽ പറ്റുന്ന ടോപ്പിക്കാണ്. പിന്നെ മനുഷ്യ ശരീരത്തിന്റെ പൊതു അറിവ് എന്ന് പറയുമ്പോൾ പൊതുവായ അറിവ് കുറെ കാര്യങ്ങൾ പഠിച്ചാലും അവസാനം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്ന ചില പോയിന്റ് ഒക്കെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിനുള്ളിൽ തന്നെയാണ് അധികവും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒതുങ്ങി നമ്മൾ PSC എക്സാമിന് കാണുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്ത് അത് സ്വന്തമായിട്ട് വായിച്ച് ഇവിടെ നിന്ന് റിവിഷൻ തരും. പക്ഷെ ആ റിവിഷനേക്കാൾ കൂടുതലായിട്ട് സ്വന്തമായിട്ട് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ഈ സാധനങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ബയോളജിന്റെ ഭാഗം മാത്രമാണ് ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടല്ലേ പൊതുവിജ്ഞാനം. ഇതിപ്പോ ഇങ്ങനെ സിലബസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു കാര്യം ഇപ്പൊ ഇല്ലെങ്കിൽ പോലും ഇനി നിങ്ങൾ ഒരു കോഴ്സിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇനി പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് സിലബസ് നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒരു പ്രിന്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് ഏതൊക്കെ കാര്യങ്ങൾ ഓരോ ടീച്ചേഴ്സും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവര് ഏത് സബ്ജക്റ്റ് ആണ് ഡീൽ ചെയ്യുന്നത്, ഏതൊക്കെ ടോപ്പിക്കാണ് എടുത്തത് എങ്കിൽ അത് ടിക്ക് ചെയ്ത് വെക്കുക അല്ലെ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് എടുത്തത് ഏത് എടുക്കാത്തത് ഏത്, ഇനി എന്തൊക്കെ പഠിക്കാനുണ്ട് അല്ലെ, ഞാൻ അതിൽ ഏതൊക്കെ റിവൈസ് ചെയ്തു, ആ ഒരു ഐഡിയ കിട്ടും. അല്ലാതെ വെറുതെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പൊ ചരിത്രം ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലെ, സ്ഥിരമായിട്ട് കേൾക്കുന്നത് ഇപ്പൊ യൂറോപ്യന്മാരുടെ ആഗമനം, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ടോപ്പിക്കുകൾ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ഇന്ത്യ ദെൻ ലോകം അല്ലെ, ഈ ലെവലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. പിന്നെ ഭൂമിശാസ്ത്രം ജോഗ്രഫി ഭാഗത്ത് നിന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദം ഒക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ജോഗ്രഫി ഭാഗത്തുനിന്ന് ഇന്ത്യയും കേരളവും ഒക്കെ ആയിട്ട് അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ജോഗ്രഫി ഭാഗം കവർ ചെയ്യാനുണ്ട്. പിന്നെ എക്കണോമിക്സ് ആണ് 5 മാർക്കിനുള്ള ഒരു കാര്യം. ഓക്കെ, ഇവിടെ സ്ഥിരമായിട്ട് അല്ലെ എക്കണോമിക്സ് ഭാഗത്ത് നിന്നൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ് നമ്മളെ പഞ്ചവത്സര പദ്ധതികളെ പറ്റിയുള്ളത്, പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ചുള്ളത്, നീതി ആയോഗിനെ പറ്റിയുള്ളത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്പെസിഫൈ ചെയ്തിട്ട് ഇങ്ങനെ പറയും ഏതൊക്കെ ഏരിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദിച്ചതാണ്, പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുമ്പോൾ അതേപടി തന്നെ നിങ്ങളും കൂടെ എന്ത് ചെയ്യണം, അതവിടെ സ്പെസിഫൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സെൽഫ് നമ്മൾ ഓരോ സബ്ജക്റ്റിനുമായിട്ട് തന്നെ നോട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. എല്ലാം കൂടെ ഒരു നോട്ടിൽ എഴുതുന്ന രീതിയൊക്കെ ഒന്ന് മാറ്റി വളരെ ഭംഗിയായിട്ട് ഓരോ നോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. എന്നിട്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഒക്കെ എന്തായാലും ഇവിടെ ടീച്ചേഴ്സ് ഹൈലൈറ്റ് ചെയ്യുമ്പം അത് നിങ്ങളെ നോട്ടിലും ആ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം, അടിവര ഇട്ടിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ ഇതാണ് ഭരണഘടനയെ പറ്റിയുള്ളതാണ് അല്ലെ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലേ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ഏതൊക്കെയാണ്, പിന്നെ നിർദ്ദേശക തത്വങ്ങൾ, അപ്പൊ ആമുഖത്തിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരം
പറഞ്ഞുതരും ഏതൊക്കെ പ്രധാനപ്പെട്ടത്, അത് അങ്ങനെ തന്നെ നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, റെഡി അല്ലേ? യെസ്. പിന്നെ ഇതില് ഫിസിക്സ്, ഭൗതിക ശാസ്ത്രം, അതുപോലെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഫിസിക്സ് ഭാഗത്തു നിന്നാണ് ശബ്ദം, അതേപോലെ ബലം, ഭൂഗുരുത്വാകർഷണം, താപം, അല്ലെ പ്രവൃത്തി, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. തന്നെ കെമിസ്ട്രീന്റെ ഭാഗത്തുനിന്ന് ആറ്റത്തിനെ പറ്റി, മൂലകം, കുറെ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകൾ എല്ലാം പഠിക്കാനുണ്ടോ. അപ്പൊ അതൊക്കെയാണ് 3 മാർക്ക്. അപ്പൊ 3 മാർക്ക് എന്ന് പറയുമ്പോൾ അയ്യോ 3 മാർക്കല്ലേ ഉള്ളൂ, ഇത്രയൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചാൽ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. ആ 3 മാർക്കാണ് അല്ലെ, ആ 3 മാർക്ക് എന്തായാലും 3 നേടിയെടുക്കുക എന്നുള്ളതാണ് ഉണ്ടാവുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതല്ല, ആ 3 അങ്ങ് ഒഴിവാക്കി പഠിക്കുക എന്നുള്ള രീതിയിൽ ആദ്യമേ ചിന്തിക്കരുത്, അത് നേടിയെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കാം. ഓക്കെ, പിന്നെ ഇതാ കല, കായികം, സാഹിത്യം, സംസ്കാരം, ആ ഭാഗത്തു നിന്നുള്ള 5 മാർക്കാണ്. അപ്പൊ അവിടെ പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാരാരൊക്കെയാണ്, എഴുത്തുകാരൊക്കെയാണ്, അല്ലെ, അതൊക്കെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ കായികം, സ്പോർട്സ് ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, റെഡി അല്ലേ? ഇത് ഞാൻ പിന്നെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കല്ല, ജസ്റ്റ് ഈ സിലബസ് ഒക്കെ പരിചയപ്പെടുത്തിയോണ്ട് ഇതിന് ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇട്ടേച്ച് പോകാൻ വേണ്ടിയിട്ടല്ല സിലബസ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് അറിഞ്ഞിരിക്കാം, ഓക്കെ, ഒരു ഐഡിയ കിട്ടുക, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പിന്നെ കമ്പ്യൂട്ടർ, ആ ഭാഗത്തു നിന്നുള്ള കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന വിവരങ്ങളുണ്ട്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഭാഗത്ത് തന്നെ നമ്മൾ സൈബർ ക്രൈമും സൈബർ ലോവും പഠിക്കേണ്ടി വരും. അതുകൂടാതെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന അണ്ടറിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ നമ്മളെ വിവരാവകാശ നിയമങ്ങൾ, അതേപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷനെ പറ്റിയുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള നിയമങ്ങൾ, കാര്യങ്ങൾ പഠിക്കാം. പിന്നെയാണ് മാത്സ് വരുന്ന ഏരിയ ഓക്കെ, അതേപോലെ അതിന്റെ മുൻപേ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കിനാണെന്ന് പറഞ്ഞു. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ സിലബസ് പോകുന്നത്. അപ്പൊ ഇതില് ഇംഗ്ലീഷ് ഭാഗത്ത് തന്നെ ഇവിടെ നോക്കിയേ, ഇതില് ഈ എഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വേർബ് അല്ലെ, അതേപോലെ ആർട്ടിക്കിൾസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ സ്ഥിരമായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ കാണുന്നതാണ് ക്വസ്റ്റ്യൻ ടാഗ്. അപ്പൊ എപ്പോഴും വരുന്നതാണ്. അപ്പൊ അതൊന്നും ഒഴിവാക്കാതെ ആ ഒരു ഏരിയ എത്തുന്ന സമയത്ത് പഠിച്ചു വെച്ചേക്കാവുന്ന ഭാഗങ്ങളാണ്, ഒഴിവാക്കാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ടീച്ചേഴ്സ്, ഓരോ കൺസേൺ ടീച്ചേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്, പോലും ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ കണ്ട ഒരു ഓർമ്മയിലൊക്കെ പറയാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ വരുന്നത് എപ്പോഴും ഉണ്ടാവും. അതേപോലെ ടെൻസ് അല്ലെ, ഏതാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഇതാണ് പ്രിപ്പോസിഷൻ, ദെൻ യൂസ് ഓഫ് കോറിലേറ്റീവ് എന്നൊക്കെ പറയുന്ന ചില ഏരിയകളുണ്ട്. അതെപ്പോഴും ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരിക്കുന്ന ഏരിയകളാണ്. അപ്പൊ അത് അതേപടി തന്നെ വിത്ത് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, റെഡി അല്ലേ? പിന്നെ അതുപോലെ മലയാളം അല്ലെ, പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്നത് മലയാളം. LDC പോലുള്ള എക്സാമുകളാണെങ്കിൽ ഇംഗ്ലീഷ് മലയാളം ഒക്കെ ഉണ്ട്. LGS എക്സാമിലേക്ക് പോകുമ്പോൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം അവിടെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ LDC ഭാഗത്ത് രണ്ടും ഉണ്ട്. ഓക്കെ, ഇവിടെ 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ തന്നെ പദശുദ്ധി, വാക്യശുദ്ധി എന്നൊക്കെ പറയുന്നത്, പര്യായം അല്ലെ, സ്ഥിരം ചോദ്യം കാണുന്നതാണ്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ സ്ഥിരം കാണുന്നതാണ് പര്യായം ഒക്കെ. പിന്നെ ചേർത്തെഴുതുന്നത് പോലെ പിരിച്ചെഴുതുക എന്നൊക്കെ പറയുമ്പം വചനങ്ങൾ, ഏകവചനം, ബഹുവചനം ഒക്കെ അല്ലെ, ആ ഭാഗങ്ങളൊക്കെ എന്താണ് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഇതുപോലെ തന്നെ മലയാളം, ഇത് ഒഴിവാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്തായാലും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ കഴിയില്ല എന്ന് തന്നെയുള്ളത് വിചാരിക്കുക നിങ്ങൾക്ക്. കാരണം GK ഭാഗം മാത്രം പോരാ, അതിന്റെ പോലെ തന്നെ ഈ ഭാഗത്തുനിന്നും 10ൽ 10 തന്നെ മലയാളത്തിലാണെങ്കിലും അല്ലെ, അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിലും ഒക്കെ ഫുൾ മാർക്കും കൂടെ സ്കോർ ചെയ്യുന്നവരാണ് സുഖമായിട്ട് ഏറ്റവും നല്ല മാർക്കോട് കൂടി വരുന്നത്. ഒരുപാട് ആൾ പറയാം 50 മാർക്കിന് മുകളിലേക്ക് പോകുന്നില്ല, കാരണം അവർ മെയിനായിട്ട് ആ GK ഭാഗത്ത് തന്നെ ഇരുന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അല്ലെ. അപ്പൊ ഇതും കൂടെ അതേ പ്രാധാന്യത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഈ മാർക്കും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്തും കൊണ്ട് പോകുന്നത് 15 മുകളിലേക്ക് ഈസി ആയിട്ട് കയറി പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ ഇത്രയും കാലം ആ ഒരു രീതിയിലായിരുന്നു പോയത്. ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനി അടുത്തതിലേക്ക് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം തന്നെയായിട്ട് മറ്റുള്ളതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ ഇത് LGSന്റെ സിലബസ് ആണ് കാണുന്നത്, LGS എക്സാമിന്റെ. ഇനിയിപ്പോ നമുക്ക് കമ്പനി ബോർഡ് LGS ഒക്കെ വരുന്നുണ്ട്. അപ്പൊ പറയും ഇതിനിപ്പോ ഓൾറെഡി LDCയും LGS ഒക്കെ അപ്പം എന്റെ കയ്യിൽ നിന്ന് പോയി നിൽക്കുവാണ്, ഇനിയിപ്പോ ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ വിചാരിക്കാനല്ല, ഇനി നമ്മളെ മുന്നിൽ ഒരു ചാൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പൊ LGSന്റെ സിലബസ് ആണ്. LGSനാണെങ്കിലും ടോട്ടൽ 100 ആണെങ്കിൽ പോലും ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ചില ഏരിയയിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലെ. ഇവിടെയും GK ഭാഗത്ത് 40 മാർക്കാണ്, നേരത്തെ നമ്മൾ 50 കണ്ടു, ഇവിടെ 40 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നിന്ന് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. സയൻസ് ഭാഗത്ത് നിന്ന് 10 മാർക്കാണ് കൊടുത്തത്. സയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് 10 കൊടുക്കുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി ഭാഗം കൂടെ ചേർത്തുകൊണ്ട് 10 കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗം ഇതിലേക്ക് LGSനായിട്ട് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 10 മാർക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സയൻസിനകത്തുള്ള ബയോളജി എന്ന് പറയുന്ന 5 മാർക്കിനുള്ള ഒരു ഏരിയ ഉണ്ട്. അതിന്റെ കൂടെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഭാഗത്ത്
എന്നുള്ള 10 കൂടെ ചേർത്ത് ഒരു 15 മാർക്കിന് LGSന്റെ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് ഈ ബയോളജി പ്ലസ് പൊതുജനാരോഗ്യം എന്ന് പറയുമ്പോൾ അതിനെ ചേർത്ത് പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഓക്കെ, അതൊന്ന് പഠിച്ചാൽ തന്നെ നോക്കി ഒരു 15 മാർക്ക് അവിടെ കിട്ടുകയാണ് അല്ലെ. ആ 15ൽ 15 അടിച്ചെടുക്കാൻ പറ്റും. അത്രയും നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സിമ്പിൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചത് ഏത്, പ്രധാനപ്പെട്ടത് ഏതെന്ന് പറയുമ്പോൾ അതേപടി ഫോളോ ചെയ്ത് റിവിഷനിൽ തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്ത ആൾക്ക് 15ൽ ആ 15 മാർക്ക് എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമേ അല്ല, ഈസി ആയിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ് മാത്തമാറ്റിക്സിന്റെ ഭാഗമാണ്. അവിടെ 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അങ്ങനെയാണ് LGSന്റെ കേസിൽ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, റെഡി അല്ലേ? ഇത് ഇതേപടി എല്ലാ സിലബസും ഇങ്ങനെ പറഞ്ഞതാക്കുന്നില്ല, എന്നാൽ പോലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതാ ജീവശാസ്ത്രത്തിലെ 5 മാർക്ക് നോക്കിയ ജീവശാസ്ത്രം മാത്രം ഒന്ന് കൂടുതൽ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് തന്നെയാണ്. ഇവിടെ കണ്ടില്ലേ, ജീവകങ്ങളൊന്നും ഇല്ലാത്ത ഒരു എക്സാം ഇല്ല ബയോളജിയിൽ. അതേപോലെ തന്നെ രോഗങ്ങളെ പറ്റി വരുന്നുണ്ട്. രോഗങ്ങൾ എവിടെ പോയി എന്ന് വിചാരിക്കരുത്, പൊതുജനാരോഗ്യത്തിൽ കിടക്കുന്നുണ്ട്. ആരോഗ്യ ബന്ധപ്പെട്ടല്ലേ രോഗം, അതുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജീവകങ്ങളുണ്ട്. പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളെ പറ്റിയാണ് ഇവിടെ അടുത്തത് കൊടുത്തത്. വനം, വനവിഭവം, സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നതാണ് അടുത്തൊരു ടോപ്പിക്. പിന്നെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഓക്കെ, അപ്പൊ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ തന്നെ അതേ ടോപ്പിക്കാണ് അവിടെ കണ്ടത്. മനുഷ്യ ശരീരത്തിന്റെ അറിവ് തന്നെയാണ് അവിടെ ഇവിടെയും കണ്ടത്. അതേപോലെ ജീവകങ്ങളൊക്കെ കോമൺ ആണ്. LDSലാണെങ്കിൽ LGSലാണെങ്കിൽ എല്ലാത്തിലും നമ്മൾ ഒരേപടി തന്നെ പഠിച്ചെടുക്കേണ്ടതാണ്. പിന്നെ LGS എന്ന് പറയുമ്പോൾ LDSനെ കുറച്ച് ജസ്റ്റ് താഴെ നിൽക്കുന്നു അല്ലെ. അപ്പോൾ പഠിക്കുന്നതിന് ചിലപ്പം ഒരു പോയിന്റിലുള്ള കുറച്ച് കൂടുതലാക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടെ വൈഡ് ആക്കിയിട്ടൊക്കെ പഠിക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, സിമിലർ ആയിട്ട് തന്നെയാണ് വരിക. ഇതില് ഇവിടെ 5 മാർക്കാണ്. ബാക്കി നമ്മളെ ബയോളജി എന്ന് പറയുന്നതിന്റെ ഒരു 10 മാർക്ക് കിടക്കുന്ന എവിടെയാ, പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. അവിടെ ഉണ്ട് രോഗങ്ങളൊക്കെ ഇവിടെ പഠിക്കേണ്ടതെന്ന് വിചാരിക്കരുത്. കണ്ടല്ലോ, ഞാൻ രോഗങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം എല്ലാത്തിലുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. ഇവിടെ ജീവിതശൈലി രോഗം ഇത് അവിടെ എടുത്തു പറയുന്നുണ്ട് അല്ലെ. പിന്നെ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? LDS നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് അല്ലെ. അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം അവിടെ ഉണ്ട്. ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ട്. പക്ഷെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനിലുള്ള ചെറിയ വ്യത്യാസമാണ്. 10 മാർക്കിനാണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ ജീവിതശൈലി എന്നൊക്കെ ചിലപ്പോൾ 1ഉം 2ഉം ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ LGSൽ ചോദിക്കാറുണ്ട്. കാരണം 10 മാർക്ക് ഇവിടെ കിടക്കുവാണ്. ഈ ഇത്രയും ഭാഗത്തുനിന്ന് 10 മാർക്ക്, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആ ഭാഗത്തുണ്ടാവും. രോഗത്തിന്റെ ഒക്കെ ചിലപ്പോൾ 1ഓ 2ഓ ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പഠിച്ചെടുത്താൽ സുഖമാണ്. കൃത്യമായിട്ട് നമ്മൾ ഏത് ഏരിയ വേണം എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്തായാലും ക്യാച്ച് ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ LDC ഞാൻ ഇപ്പം പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു LDC ഞാൻ നന്നായിട്ട് നോക്കും എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ തുടങ്ങിയത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അതെന്ത് ചെയ്തു, ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോയി അല്ലെ. അതുപോലെ LGSന്റെ സമയത്ത് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകും. കാരണം നമ്മളെല്ലാവരും പല സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഇടയിൽ എവിടെയൊക്കെ വന്ന മടുപ്പ് അല്ലെ. ചിലർ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുണ്ടാകും, പിന്നെ ഇടയിൽ ഒരു ക്ലാസ് പെൻഡിങ് വന്നു, പിന്നെ 2ആയി 3ആയി അങ്ങനെ കുറെ പെൻഡിങ്ങുകൾ കൂടി വന്നപ്പം ഇനി കഴിയില്ല എന്ന് വിചാരിച്ച് നിർത്തിപ്പോയ ആൾക്കാരുണ്ടാവും. പക്ഷെ ഇപ്പൊ സക്സസ് മീറ്റും കാണുമ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് പറയുന്നത് കേൾക്കുന്ന സമയത്ത് അയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി ഇത്രയും സിലബസ് പരിചയപ്പെടുത്തുമ്പോൾ തൊട്ട് മുന്നിൽ വേറൊരു അവസരം ഉള്ളതുകൊണ്ട് കൂടിയാണ് ഇതിങ്ങനെ പരിചയപ്പെടുത്താനുള്ള കാരണം. പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും കമ്പനി ബോർഡ് LGS എക്സാം വരുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ബെപ്കോ, LDC, VFA പോലെയുള്ള എക്സാമുകൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഇതേപോലെ തന്നെ ഇനി എങ്ങനെ പഠിക്കണം, പ്രധാനപ്പെട്ടത് ഏത് എന്നുള്ള രീതിയിൽ ഒരു ഡൗട്ടുമായിട്ട് നിൽക്കരുത്. തുടക്കക്കാരാണെങ്കിൽ പോലും ഈസി ആയിട്ട് ആദ്യം ചെയ്യേണ്ടത് സിലബസ് കൃത്യമായിട്ട് പ്രിന്റ് എടുത്ത് നമ്മളെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്നിട്ട് ഓരോ കാര്യങ്ങൾക്ക് കൃത്യമായി നോട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക. ക്ലാസ്സസ് കൃത്യമായി ഫോളോ ചെയ്യുക. പിന്നെ നമ്മളെ ബാച്ചിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ, സൈലം PSCയിലെ ബാച്ചിലേക്ക് വരുന്നവരാണെങ്കിൽ ലൈവ് മിസ്സായാലും റെക്കോർഡഡ് ആയിട്ട് ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് കൃത്യമായിട്ട് റെക്കോർഡ് ആണെങ്കിലും ലൈവ് ആണെങ്കിലോ കണ്ടിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക അന്ന് തന്നെ, അല്ലെങ്കിൽ അടുത്ത ദിവസം ആ സബ്ജക്റ്റിന് വരുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്യുക, നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നോക്കുക, അടുത്തത് നമ്മളെ ബാച്ച് എന്ന് പറയുമ്പോൾ കമ്പനി ബോർഡ് LGSനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ചാൻസ് ആണ്. ഇപ്പം നിലവിലുള്ള അടിസ്ഥാനത്തിൽ ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു LGS എക്സാം ആണിത്. അപ്പൊ നല്ലൊരു ചാൻസ് ആണ്. ഇപ്പൊ എവിടെയാണ് കഴിഞ്ഞ ഞങ്ങളെ മുൻപ് കയ്യിൽ നിന്ന് പാളിപ്പോയ കാര്യങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ വെറുതെ കുറെ പഠിക്കുന്നതിന് പകരം സിലബസ് അറിഞ്ഞുകൊണ്ട് പഠിക്കുക, കൃത്യമായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കുക. ഏതൊക്കെ ഏരിയ സ്പെസിഫൈ, ഇപ്പൊ ബയോളജിയിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. വൈറ്റമിൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഒഴിവാക്കാതെ പഠിക്കണം. അതൊക്കെ കുഞ്ഞാണ്, നമുക്ക് എടുത്തു കഴിഞ്ഞാൽ പഠിപ്പിച്ചു തരുന്നത് അതേപടി പഠിച്ചാൽ മതി. രോഗങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, ഓക്കെ, പരിസ്ഥിതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ മെയിൻ ഏരിയകളുണ്ട്, അവിടെ നമ്മൾ സ്ട്രോങ് ആയിരിക്കാം. അതേപോലെ ഓരോ സബ്ജക്റ്റിലും വേണ്ടത് അതിന്റെ കൺസേൺ ടീച്ചേഴ്സ് പറഞ്ഞു തരുമ്പോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, മടുക്കാതെ ഫോളോ ചെയ്യുക.
അങ്ങനെയാണെങ്കിൽ ഈസിയാണ്. ഓക്കെ, അപ്പൊ LGSന്റെ എന്തായാലും ബാച്ചസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇപ്പൊ എക്സാമിന് വേണ്ടിയിട്ടോ നോട്ടിഫിക്കേഷനോ വേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്യാതെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ആദ്യമേ പഠിച്ചാൽ നമുക്ക് സമാധാനമായിട്ട് സുഖമായിട്ട് ഇരുന്ന് പഠിച്ചു പോകാം. ആ ടെൻഷൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആദ്യം തൊട്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, റെഡി അല്ലേ? യെസ്. അപ്പം സെപ്റ്റംബർ 15 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് പ്രിപ്പറേഷൻ ഒക്കെ റെഡി ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി ആദ്യം തൊട്ട് തന്നെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് മുന്നിൽ വെബ്കോ LDC ഉണ്ട്, VFA ഉണ്ട്, ആ ബാച്ചസ് ഉണ്ട് അല്ലെ, അതിന്റെ എക്സാം വരുന്നുണ്ട്. അതിലൊക്കെ ഇതേപോലെ തന്നെ സിലബസ് നോക്കുക, കൃത്യമായിട്ട് വെക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് പോവുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ LDCക്ക് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ചസും ഉണ്ട്. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ എന്തായാലും ഇന്നിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നതാണ്, ഇങ്ങനെയൊക്കെ പഠിച്ച റാങ്കിലേക്ക് എത്താം. അപ്പൊ കുറെ പഠിക്കുന്നതിന് പകരം കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞു പഠിക്കുക. ചിലർ പറയാറുണ്ട് അല്ലെ, ഒരു 4 മാസമാണ് ഞാൻ ഇതിന് പഠിച്ചത്, പക്ഷെ നല്ല റാങ്കിലേക്ക് എത്തി. 6 മാസമാണ് പഠിച്ചത്. അതേസമയം നമ്മൾ 2-3 വർഷമായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടത്. ഏത് വേണം, ഏത് ഭാഗം ക്ലിയർ ചെയ്യണം, ഒറ്റ ഭാഗം പോലും ഒഴിവാക്കാതെ പ്രധാനപ്പെട്ട ഏരിയ പറയുമ്പം അത് ക്യാച്ച് ചെയ്തെടുത്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് SCERT ടെക്സ്റ്റ് അറിഞ്ഞിട്ട് പഠിക്കുക. അപ്പൊ അറിഞ്ഞുകൊണ്ടുള്ള SCERT കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ബാച്ചസ് ആണ് എന്തായാലും ഉണ്ടായിരിക്കുക. അപ്പൊ ക്ലാസ്സസ് വരുന്നതും അങ്ങനെയായിരിക്കും. അപ്പൊ ഇനി എന്തായാലും അടുത്ത LDC അല്ലെങ്കിൽ LGS കിട്ടിയേ അടങ്ങുള്ളൂ എന്നുള്ള ആ ഉറച്ച തീരുമാനത്തിലേക്ക് തന്നെയാണെങ്കിൽ നിലവിൽ ഈ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് പഠിച്ച് മുന്നേറാം. അടുത്ത സക്സസ് മീറ്റിൽ വരുന്ന സമയത്ത് ഈ നിങ്ങളെ സ്ട്രാറ്റജി ഒരു വലിയൊരു സദസ്സിലിരുന്ന് അഭിമാനത്തോടു കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. അതിങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ആ ഒരു പൊസിഷനിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. ഓക്കെ, എന്തായാലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പൊ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ തന്നെ നമ്മളെ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നമുക്ക് ഒരുമിച്ച് പഠിച്ചു മുന്നേറാം. ഓക്കെ, താങ്ക് യു.